ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ ഉത്രാടം ഡേ ആയിട്ടുണ്ട്. ഞങ്ങളൊരു കുട്ടി പൂക്കളമൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂവൊക്കെ പോയി പറിച്ചിടണോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അത്രത്തോളം പൂവിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എല്ലാം പൂവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ഇടാൻ വേണ്ടി പോവാണ്, അത്തപ്പൂവൊക്കെ ഇടാൻ പോവാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് അത്തപ്പൂ ഇടുന്നത്. ഇന്നാണ് നമ്മളിവിടെ കുഞ്ഞായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഞാൻ കരുനാപ്പള്ളി പോവും, അപ്പോൾ പിന്നെ അവിടെ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഇവിടെ ഒരു കുട്ടിയാണ് സെലിബ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇനി വഴിയെ എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണിക്കാം. സോ നമ്മൾ അത്തപ്പൂവിൻ്റെ പൂവൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സോ നമ്മളൊരു കുഞ്ഞ് അത്തപ്പൂ ഇടാമെന്നാണ് കരുതുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ അത്തപ്പൂ ഇടാറുള്ളത് ഇവിടെ ഇൻ്റർലോക്കിലാണ്, അല്ലെങ്കിൽ അകത്താണ് ഇടാറുള്ളത്. അപ്പം ഈ വട്ടം നമ്മൾ വിചാരിച്ചു ലോണിലിടാമെന്ന്. സോ ലോണിലിടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സ്പോട്ട് നല്ല കിട്ടും. വെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഭരത്തും കൂടെയാണ് അത്തപ്പൂക്കളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ വാവ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ എണീറ്റ് വന്നിട്ട് നമ്മൾ വെളിയിലങ്ങ് അത്തപ്പൂ സെറ്റാക്കാന്ന് വിചാരിച്ചു. പിന്നെ കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല ഗൈസ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ. ഗായ്സ്, നമുക്ക് വെള്ളപ്പൂവിൻ്റെ കുറച്ച് ഷോർട്ട് ഉണ്ടായിരുന്നു. സോ നമ്മളെ വീട്ടിൽ കുറേ വെള്ളപ്പൂ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പിച്ചി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു ഡെക്കോറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും പുതിയ ഡ്രസ്സപ്പ്, നമ്മുടെ കുട്ടി യുവിനെയും ഏട്ടനെയും പിന്നെ അമ്മാമ്മേനെയും അമ്മേനെയും എല്ലാം ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാം. നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ദേ നമ്മളെ അമ്മാമ്മ റെഡിയായി, അമ്മ റെഡിയായി. ഏട്ടനും അമ്മാമ്മയും ദേ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് റെഡി ആവുകയാണ്. പുതിയ ഡ്രസ്സാണോ? അടിപൊളിയാണല്ലോ. ഇടിയിലാണല്ലേ. അപ്പോൾ അമ്മ അധികം വെയിലുള്ളണ്ട, അമ്മയ്ക്ക് നല്ല ചുമയായിട്ടൊക്കെ ഇരിക്കുകയാണ്. സോ നമ്മൾ റെഡിയായി വണ്ടിയിൽ കയറാൻ പോവാണ്. നമ്മളെല്ലാവരും കൊല്ലത്ത് നെയ്യല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഉത്രാട ദിനത്തിൽ വന്നിരിക്കുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 5 days, ഉത്രാടത്തിൻ്റെ അന്ന് തുടങ്ങി എത്രയോ ദിവസം എന്തോ ഈ ഓണസദ്യ അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അത് മാത്രമല്ല, നമ്മൾ ഭരത്തിൻ്റെ വകയുള്ള ട്രീറ്റും കൂടെ ആയിരുന്നു ഓണം സദ്യ ഈ വട്ടം. എന്താ പറയുക, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരിടത്ത് പോയി കഴിക്കുക. നമ്മൾ വീട്ടിൽ ആണല്ലോ എല്ലാ വർഷവും നമ്മൾ കഴിക്കുന്നത്. ഇവിടെ കൊല്ലത്ത് കണ്ടച്ചിറയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്രാട ദിവസം തന്നെ തുടങ്ങും. ഉത്രാട ദിവസം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതയം വരെ നമുക്ക് ഫുൾ സെലിബ്രേഷനാണ്. വെളിയിൽ പോയി കഴിക്കേണ്ട ഒരു ഇത് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം പിന്നെ ഇപ്പം അച്ഛനൊക്കെ പോയി അങ്ങനെ ആയപ്പോഴത്തേക്ക് ഓണത്തിന് വരുന്ന മെമ്പേഴ്സ് കുറഞ്ഞു. അപ്പോൾ വീട്ടിൽ നമ്മൾ കയ്യിൽ എണ്ണാവുന്ന ഉള്ളവർക്ക് മാത്രം സദ്യ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ഇതായി. അപ്പം നമ്മൾ വിചാരിച്ചു പുറത്തൊക്കെ പോയി കഴിക്കാം, നമുക്ക് ഇപ്പം അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വെളിയിൽ പോയി ഒരു കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, അവിടെ പോയി കഴിച്ചു മടങ്ങി. സൂപ്പറായിരുന്നു. ഇഷ്ടമായി ഫുഡ്. പിന്നെ പായസം 2 എണ്ണത്തിന് ഇച്ചിരി എനിക്കൊരു ആവറേജ് സദ്യ. അതെ ചുക്കിൻ്റെയും ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ സേവ്യം നല്ലതായിരുന്നു. പിന്നെ ഓവറോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
ലഡു, പിന്നെ ഇവരുടെ എസ്തറ്റിക് ആയിട്ടുള്ള ഫുഡുണ്ടല്ലോ, അലുവ, സുപ്രീം ഫുഡ്, അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇതായിരുന്നു. പക്ഷേ ഈ കൂട്ടനുണ്ടല്ലോ, ഇവനൊന്നും കഴിച്ചില്ല. ഇവനാകെ പപ്പടം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അവനെ ഉറക്കം വരും. ഒറിജിനൽ അഭിപ്രായം അതാ കുഴപ്പമില്ല. 50% ഉള്ളൂ. ഹാപ്പി ഓണം ഗായ്സ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് അവിടെ കണ്ടച്ചിറയിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു കുട്ടി സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു കുഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ ഒരു അത്തപ്പൂവൊക്കെ ഇട്ട്, അതായിരുന്നു അവിടുത്തെ ആഘോഷം. പിന്നെ യൂഷ്വലി ഞങ്ങൾ മിക്ക ഓണം ഇവിടെ പപ്പയുടെ മമ്മിയുടെ ഏട്ടൻ്റെ വീട്ടിൽ പപ്പയുടെ മമ്മിയുടെയും കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം ഡേ ആണ് ഞങ്ങളപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി സിമ്പിൾ ഡിസൈൻ ഞാനിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്തപ്പൂ ഇങ്ങനെ ഫിനിഷിങ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ബൂട്ടനെ നോക്കാനുള്ളത് കൊണ്ട് അവൻ്റെ പുറയിൽ ഓടണമല്ലോ. സോ ഇങ്ങനെ പതുക്കെയാണ് നമ്മൾ അത്തപ്പൂ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനലി എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ അത്തപ്പൂക്കളം റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള അത്തപ്പൂക്കളം കാണാം. അത്തപ്പൂക്കളം ഇട്ട് ക്ഷീണിച്ച് ഗായ്സ്. ഇനി പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ഓണസദ്യ ദേ ഇങ്ങനെ നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കറക്റ്റ് സമയം നോക്കി ഈ വോട്ടൻ ഉറങ്ങിപ്പോയി. അവനും ഒരു കുട്ടി ഇലയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ഉറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നമ്മളുടെ ഡേയും കൂടെ അവൻ സ്പോയിൽ ചെയ്യും. പിന്നെ അവൻ എണീറ്റതിന് ശേഷം മുണ്ടൊക്കെ ഉടുപ്പിച്ച് താഴെ ഇരുത്തി സദ്യയൊക്കെ കൊടുത്തു. പക്ഷേ ആളുടെ നോട്ടം ഫുൾ ആ പപ്പടത്തിലോട്ടായിരുന്നു. പക്ഷെ എന്നാലും ഓണത്തിൻ്റെ ദിവസം അവനും ഇതേപോലെ ഇരുത്തി ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ. അങ്ങനെ ഞാൻ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ദേ ഇത് എൻ്റെ വീട്ടിൽ അമ്മയും ഭരത്തും കൂടി ചേർന്ന് ഒരു കുട്ടി ഓണസദ്യ കഴിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ കൊല്ലം സൈഡിലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓണത്തിൻ്റെ അന്ന് വെജ്ജേ കഴിക്കുള്ളൂ എന്നൊന്നുമില്ല. അവിടെ നമ്മൾ അച്ഛനും അച്ചാമ്മയൊക്കെ ഉള്ള സമയത്ത് അവിടെ നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ അവിടെ അന്നൊരു നോൺ വെജ് ഡിഷും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ സദ്യയുടെ കൂടെ അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് ഓണസദ്യയൊക്കെ അവർ കഴിക്കുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്തു അത്. ഓക്കെ. പിന്നെ നമ്മൾ രാത്രി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നെക്സ്റ്റ് ഡേ ചീച്ചി മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതായിരുന്നു ഇവിടുത്തെ ഓണം. ബൈ.